വഖഫ് നിയമം വന്നതിന് പിന്നാലെ മദ്രസ പൊളിച്ചു നീക്കി ബി.ജെ.പി. സർക്കാർ. മധ്യപ്രദേശിൽ 30 വർഷം പഴക്കമുള്ള മദ്രസയാണ് പൊളിച്ചു നീക്കിയത്. അനധികൃതമായി നിർമ്മിച്ചുവെന്ന് ആരോപിച്ചാണ് നടപടി. സ്വാതി വിവരങ്ങളുമായി ചേരുകയാണ്. സ്വാതി, 30 വർഷം മുമ്പ് നിർമ്മിച്ച മദ്രസയാണ്, പള്ളിയാണ്. ഇതുവരെ ഇല്ലാത്ത നിയമലംഘനം ഇപ്പോൾ കണ്ടെത്തിയതിൽ ഒരു ദുരൂഹതയില്ലേ? അതത്ര നിഷ്കളങ്കമായി നമുക്ക് കാണാൻ കഴിയുമോ? വഖഫ് നിയമം വന്നതിന് തൊട്ടുപുറകെ മദ്രസ പൊളിച്ചു നീക്കുമ്പോൾ, അതും ബി.ജെ.പി. ഭരിക്കുന്ന മധ്യപ്രദേശിൽ. മനു, വഖഫ് നിയമം വന്നതിന് പിന്നാലെയുള്ള ആദ്യ നടപടി എന്ന നിലയിൽ കൃത്യമായും ബി.ജെ.പിയുടെ അജണ്ട നടപ്പിലാക്കുക തന്നെയാണ് ഇത്തരം നടപടികളിലൂടെ എന്ന് നോക്കിക്കാണേണ്ടി വരും. 30 വർഷം പഴക്കമുള്ള മദ്രസയാണ് ഇപ്പോൾ മധ്യപ്രദേശിലെ പന്ന ജില്ലയിൽ നിന്നും പൊളിച്ചു നീക്കിയിരിക്കുന്നത്. ഇവർ ആരോപിക്കുന്നത്, പ്രത്യേകിച്ചും ഈ പൊളിച്ചു നീക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് ഭരണകൂടം ചൂണ്ടിക്കാണിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത് ആ സംസ്ഥാനത്തെ തന്നെ ബി.ജെ.പി. അധ്യക്ഷനാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ബി.ജെ.പി. അധ്യക്ഷൻ പരാതി നൽകുകയും അതിന് പിന്നാലെ ഉടനടി തന്നെ ഇത് പൊളിച്ചു നീക്കാനുള്ള നടപടിയിലേക്ക് ഭരണകൂടം പോവുകയുമായിരുന്നു. ഇതിൽ പറയുന്നത് മറ്റ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ഈ മദ്രസ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് എന്നുള്ള ആരോപണം കൂടി ആ ബി.ജെ.പി. അധ്യക്ഷൻ നൽകിയിട്ടുള്ള പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് 30 വർഷക്കാലമായി ഈ മദ്രസ ഉപയോഗിക്കുന്നത് എന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പൊളിച്ചു നീക്കൽ നടപടിയിലേക്ക് പോകുന്നത്. ഇതിൽ കൃത്യമായും ബി.ജെ.പിയുടെ അജണ്ടയുണ്ട്. പരാതി നൽകുന്നത് ഒരു ബി.ജെ.പി. നേതാവാണ്, സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടതാണ്. അത്തരത്തിൽ വഖഫ് ബില്ല് എന്ന് പറയുന്നത് നേരത്തെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള വലിയ ആക്രമണത്തിലേക്കാണ് ഈ വഖഫ് ബിൽ പോകുന്നത് എന്നുള്ള വലിയ പ്രതിഷേധം ഉയർന്നു. ഇപ്പോഴും ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഉടനടി ഒരു നടപടി എന്ന നിലയിൽ ഒരു സുപ്രഭാതത്തിൽ മദ്രസ പൊളിച്ചു നീക്കുന്ന നിലയിലേക്ക് ബി.ജെ.പി. സർക്കാർ പോകുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം തന്നെ ഇതിനോടകം ഉയരുന്നുണ്ട്. ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ കൃത്യമായ ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് ഈ വഖഫ് ബില്ലിന്റെ പേരിൽ ഇത്തരം നടപടികളിലേക്ക് ബി.ജെ.പി. കടക്കുന്നത് എന്ന ആക്ഷേപമാണ് ഇതിനോടകം ഉയരുന്നത്. മനു, ശരി, സ്വാതി വിവരങ്ങൾ നൽകിയത്.